അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുകയാണ്, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്ന രാജ്യമാണ്. കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്ത രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത്? പറയാനെന്ന് പറഞ്ഞാൽ നമ്മളെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം അവിടെ കിടക്കുകയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് പാടില്ല. പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഇതല്ലേ. കാരണം ഇറാനിലായാലും ഇസ്രായേലായാലും നമ്മളെ മലയാളികൾ ഇന്ത്യക്കാർ മുഴുവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറയാം, അങ്ങേരെ വിവരക്കേടെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ല. അങ്ങേരെ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങേരെ വിവരക്കേടെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, അല്ല വേറെ ഒന്നുമില്ല. കാരണം എൻ്റെ കുട്ടികളൊന്നും അവിടെ ഇല്ല, എങ്കിലും നമ്മളെ ആളുകളെ സുഹൃത്തുക്കളെ കുട്ടികൾ എല്ലാവരും ഇറാനിലുണ്ട്, ഇസ്രായേലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കണം. അങ്ങേരെ മോള് അങ്ങേരെ അടുത്തല്ലേ ഇരിക്കുന്നത്. അവൾ ഭയങ്കര കൊള്ളകളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങേരെ അങ്ങനെ പറയുള്ളൂ. അങ്ങേരെ കമ്മ്യൂണിസ്റ്റ് കാരണല്ലേ. അതുകൊണ്ട് അങ്ങേരെ അങ്ങനെ പറയുള്ളൂ. അങ്ങേരക്ക് ജനങ്ങളെ വേണ്ടല്ലോ. പിന്നെ അടുത്ത് മൂന്നാം ഭരണം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വിധി എല്ലാവരും വോട്ടുകൾ ചെയ്ത് കൊടുക്കണം, അത് വാഞ്ചി ജയിക്കണം, അവരെല്ലാം തന്നെ നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ അവിടെ ഇങ്ങനെ യുദ്ധം നടക്കണം, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നുകൊണ്ട് കേന്ദ്രത്തിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളതല്ല. അങ്ങനെ തെമ്മാടികളെന്ന് പറയുന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം എന്ത്? നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ പറയാം, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ പൊതുവിജ്ഞാനം കുറവാണ്. എന്നാലും നമ്മൾ ഈ കണ്ടും കേട്ടുമ്പോൾ നമ്മുടെ അത് ശരിയാണ്, പക്ഷേ എനിക്കത് പറയാൻ പാടില്ല. ഞാൻ CAT മെമ്പറും കൂടെയാണ്. അല്ല, എന്നാൽ നമ്മുടെ അഭിപ്രായം പറയുള്ളൂ. അതിലെനിക്കൊന്നും അഭിപ്രായം പറയാനില്ല. പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. ഇല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഇസ്രായേലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ കേരളയിൽ ഒരുപാട് പേര് ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. മലയാളികൾ ഇസ്രായേലുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അത്ര പ്രസ്താവന നടത്താൻ പാടില്ല. അതെന്താണ് അഭിപ്രായം? അത് വെറും രാഷ്ട്രീയപരമായിട്ട് എല്ലാവരെയും അടിച്ചമർത്താൻ വേണ്ടിയുള്ളൊരു അഭിപ്രായമാണ്. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. പുള്ളിക്കാരൻ ഓരോ രാഷ്ട്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് അങ്ങനെ വരുമ്പം ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയാണ് ഇറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം യുദ്ധം തുടങ്ങി തന്നെ നല്ലപോലെ അറിയത്തില്ല. എന്നാലും ഇസ്രായേലിനും ഇറാനും പങ്കുണ്ട്. അങ്ങനെ പരസ്പരം പങ്കുചേരുമ്പോൾ നമ്മൾ രണ്ടും സമാധാനമായിട്ട് ഒഴിവാക്കുന്നതിന് പകരം അവിടെ വീണ്ടും ഉണ്ടാകുകയും പിന്നെ ഇവിടെയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം മാത്രമാണ്. എന്തോ എൻ്റെ ഉൾമനസ്സിലെ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്തോ ഒരു വേറെന്തോ നടക്കാൻ പോകുന്നത് മറയ്ക്കാൻ വേണ്ടിയുള്ള പുകമറ മാത്രമാണ്. അത്രേ ഉള്ളൂ. തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ മുമ്പും പലപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം കൃഷ്ണകുമാറിൻ്റെ പേരിലുള്ള ഇഷ്യൂ അത് ഉണ്ടാക്കിയത് പോലും വേറൊരു സംഭവം മറയ്ക്കാൻ വേണ്ടിയുള്ളത്. ഇപ്പം ഈ പുള്ളിക്കാരൻ വേറൊരു പ്രസ്താവന വെച്ചാൽ ബി ജെ പിക്കാരൻ 200 എത്ര പേര് സഹാക്കളെ കൊന്നത് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് TPയുടെ കാര്യമൊന്നും ഈ പുള്ളിക്കാരൻ പറയത്തെ? അവരൊക്കെ പാർട്ടിക്കകത്തുകൊണ്ട് പാർട്ടിക്കാരെ തന്നെ കൊന്നതാണ്. അത് തന്നെയാണ്, ഇത് ഫുൾ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ഒരാളിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഇടാൻ പാടില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. ആ രാജ്യത്തെ നമ്മുടെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചു. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? മുഖ്യമന്ത്രി തെമ്മാടി രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന പറഞ്ഞാൽ ഒന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വിവരമേ ഉള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി താമസിക്കുന്ന ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്ന മുഖ്യമന്ത്രി പാകിസ്ഥാനെ എല്ലാத்தைയും അങ്ങനെ വിളിക്കേണ്ടത്. അതെ, അത് തീർച്ചയായിട്ടും. പിന്നെ അതിനോട് ഞാനെന്ത് പറയാനാണ്, അങ്ങനെയുടെ വിവരക്കേടെന്ന് പറയാം. അതാണ്. അല്ല, അത് ആ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്ക് ആ കാർഗിൽ യുദ്ധ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടുള്ള രാജ്യമാണ്. ഇപ്പം നമുക്ക് സപ്പോർട്ട് പറ്റിയ രാജ്യമാണ്. അതെ. അപ്പോൾ അതിനങ്ങനെ വിളിച്ചത് വളരെ ഒരു തെറ്റ് തന്നെയാണെന്ന് ചേട്ടൻ്റെ അഭിപ്രായം? ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? മുഖ്യമന്ത്രിക്ക് വിവരമില്ല, അത്രേ ഉള്ളൂ. ലോക വിവരമില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. നമ്മുടെ മുഖ്യമന്ത്രി കൈരളി ചാനൽ മാത്രം കാണണമെന്നുള്ള വിഷയമാണ്.
നമ്മുടെ രാജ്യത്തുള്ള വേറെ നാഷണലൈസ്ഡ് ചാനൽ ഒരുപാട് നല്ല ചാനലുകളുണ്ട്. അത് കാണണം. നല്ല ന്യൂസുകൾ വരുന്ന ചാനലുണ്ട്, യാഥാർത്ഥ്യം വരുന്ന ന്യൂസുകളുള്ള ചാനൽ അത് കാണണം. അത് കണ്ടാൽ സത്യം അത് ഒരിക്കലും നിങ്ങൾ പറയില്ലായിരുന്നു. അതെ. അത് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ നിലപാട് തെമ്മാടി രാഷ്ട്രീയമായിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ മനോഭാവം അങ്ങനെ ആയിരിക്കാം. നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. കാർഗിൽ യുദ്ധ സമയത്തൊക്കെ നമുക്കൊപ്പം നിന്നൊരു രാജ്യമാണ്. അമേരിക്ക വിലക്കിയിട്ട് പോലും നമുക്കൊപ്പം നിന്നൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അങ്ങേർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും നമുക്കറിയാൻ പറ്റും. ഇസ്രായേലിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മാനസികമായിട്ട് അങ്ങേർക്ക് വിഷമം തോന്നുന്ന അവസ്ഥകളിൽ ഇസ്രായേൽ പ്രവർത്തിച്ച് നമുക്കറിയില്ല. നെതന്യാഹുവിനെ എന്തായാലും വിളിച്ച് പറഞ്ഞൊന്നും അറിയത്തില്ല. അദ്ദേഹം നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ല. അപ്പോൾ അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമുക്കിപ്പോൾ അതേ പറയാം, അയാളുടെ മാനസികാവസ്ഥ അല്ല, നമ്മുടെ മാനസികാവസ്ഥയെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മാനസികാവസ്ഥയിലെ വാർത്തകളെ കാണുന്നു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നെതന്യാഹു അദ്ദേഹത്തിനോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഇതുണ്ടാകും, അല്ലെങ്കിൽ മാനസിക ഏതെങ്കിലും രീതി അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇസ്രായേൽ രാഷ്ട്രം, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. അത് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ പറയാറുണ്ട്. എനിക്കത്ര വിവരമില്ല, തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. ശരി. ഈ പറയുന്ന ഏത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടുത്തെ ഭരണകൂടം ഏത് രീതിയിൽപ്പെടുന്നതാണ്? ഏത് രീതിയിൽപ്പെടുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് രാഷ്ട്രീയം പറഞ്ഞല്ലോ അതുപോലെ അവർക്ക് അവിടുത്തെ രാഷ്ട്രീയമൊന്നും നമ്മളൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. നമ്മുടെ രാഷ്ട്രീയമായിട്ട് ഏത് രാഷ്ട്രീയം ആയിക്കൊണ്ടുപോട്ട് മുഖ്യമന്ത്രിയുടെ ആ ഒരു വാചകം തെറ്റ് തന്നെയാണ്. അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോട് എപ്പോഴും ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് കോർണറുള്ള ഒരു രാജ്യത്തിൻ്റെ ഉച്ചത്തെ ന്യൂസിൽ സോണിയാഗാന്ധി പറഞ്ഞത് നമ്മുടെ ഇന്നിരിക്കുന്ന പ്രധാനമന്ത്രി പഴയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യമാണ് സംസാരിച്ചത്, അതേക്കുറിച്ച് സംസാരിക്കുക. അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ന്യൂസ് കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ ഒരുപാട് ഇതൊന്നും അറിയില്ല. എങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ അറിയാമെന്നുള്ളത് പറഞ്ഞു തരാമെന്നുള്ളത്. കറക്റ്റ് 100% ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ്. പിന്നെ ഉറപ്പല്ലേ, ഇനി ആർക്കെങ്കിലും മലയാളികൾ ആകെ പറയല്ലേ, അല്ലെങ്കിൽ ലോകം മൊത്തം പറയല്ലേ അത് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന്. CM അത് കറക്റ്റ് വ്യക്തമായി പറഞ്ഞു. കാരണം നിരപരാധികളെ കൊന്നൊടുക്കുകയാണ്. ഇസ്രായേൽ എന്ന് പാലസ്തീനിൽ ഇനി ആരും ഇല്ല. ഒരു ദിവസം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലും ഇപ്പോൾ നിരപരാധികളെ കൊന്നൊടുക്കുകയാണ്. ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയാണ്. ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അത് തെറ്റായ ധാരണയാണ്. സ്വയം പ്രതിരോധിക്കാൻ ഒരു രാഷ്ട്രത്തിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് പറയുന്നത്? അല്ല, അങ്ങനെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹു, അതിന് മുമ്പ് ഏരിയൽ ഷാരോൺ, ഇവർ രണ്ടുപേരും ഒരേ നിലപാട് തന്നെ. അമേരിക്കയുടെ സഹായമുണ്ട്. ഇറാനെ ആക്രമിക്കും, അടുത്തിന് തുർക്കി ആക്രമിക്കും, പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഇല്ലാതാക്കി, ഇറാഖ് ഇല്ലാതാക്കി. അതുപോലെ തന്നെ ഇറാൻ്റെ എണ്ണ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഒരു സംശയം വേണം. രാഷ്ട്രീയമാണ് അതിനകത്ത്. കറക്റ്റ് രാഷ്ട്രീയം തന്നെയാണ്. ഇസ്രായേൽ യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നമ്മുടെ ഇന്ത്യയെ ഒരുപാട് സപ്പോർട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. പുള്ളിക്ക് ചിലപ്പോൾ ആ രാജ്യത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം കാണുമായിരിക്കും. എന്തെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എങ്ങാണ്ടോ കിടക്കുന്ന ഇസ്രായേലിനോട് എന്തിനാണ് ദേഷ്യം തോന്നുന്നത്? പുള്ളി സംഭവം ശരിയാണ്, പക്ഷെ പുള്ളി എല്ലാ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ആ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വലിയ അത്ഭുതപ്പെടാനുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും വ്യക്തിപരമായി വല്ല കാണുമായിരിക്കും. ഏതാ നെതന്യാഹുവിനോട്, അവിടുത്തെ പ്രധാനമന്ത്രിയോട് ചിലപ്പോൾ എന്തായാലും. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ ഈ പറഞ്ഞ കണക്ക് പുള്ളിക്ക് ചിലപ്പം അറിയാലോ, പുള്ളി ഇരിക്കണ ഇരിപ്പിൽ ചിലപ്പം മൈൻഡ് മാറും. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, പാവം. ചിലപ്പം പെട്ടെന്നുള്ളൊരു ദേഷ്യം കാരണം ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. കുറച്ചുകൂടെയൊക്കെ വളർന്നു വലുതാകുമ്പോൾ മാറുമായിരിക്കും. അത് കുറച്ചുകൂടെയൊക്കെ പ്രായമാകുമ്പോഴേ അതൊക്കെ മാറും. തിരിച്ചറിവ് വരുന്ന കാലമാകുമ്പോൾ മാറും.